കുട്ടികൾ ഇന്ന് നമ്മൾ നോക്കുന്നത് വേദിക് കാലഘട്ടത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ. വേദിക് ഏജ് നമ്മുടെ ഹിസ്റ്ററിയിലെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വേദിക് കാലഘട്ടം. അതാണ് നമ്മളിന്ന് നോക്കുന്നത്. വേദിക് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആരാണ് ഉണ്ടാവുക? അതിൽ ആര്യന്മാരാണ് അല്ലേ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതാണ്ട് 1000ഓളം വർഷം നീണ്ടു നിന്ന സംസ്കാരമാണ് വേദകാലഘട്ടം. ഇത് ഇന്ത്യയുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിർണായകമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു കാലഘട്ടമാണ്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പതനത്തിന് ശേഷം ഇന്ത്യയിൽ ഉയർന്നു വന്നതാണ് വേദകാലഘട്ടം. അതായത് BC 1500 ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുകൂടെ ഇന്ത്യയിലേക്ക് വന്ന ആര്യന്മാരാണ് ഈ സംസ്കാരത്തിൻ്റെ സൃഷ്ടാക്കൾ എന്നാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്നത്. മധ്യേഷ്യയിൽ നിന്നുമാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന പോയിന്റുകളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് ഹിസ്റ്ററിയാണ് കുറച്ച് ടഫായിരിക്കും. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം നോട്ട് ചെയ്ത് വെച്ചാലാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ മധ്യേഷ്യയിൽ നിന്നുമാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയതെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. വേദസാഹിത്യത്തിൽ നിന്നാണ് ഈ സംസ്കാരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. സിന്ധു നദിയുടെ തീരത്താണ് ഇവർ ആദ്യം താമസിച്ചിരുന്നത്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെയും ഉറവിടങ്ങൾ നമ്മൾ കണ്ടെത്തിയതും ഒന്ന് സിന്ധു നദീ തീരത്ത് നിന്ന് തന്നെയാണ് അല്ലേ. ഓക്കെ. അപ്പോൾ ഈ വേദകാലഘട്ടത്തെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഋഗ്വേദ കാലം അല്ലെങ്കിൽ വൈദിക കാലം എന്നറിയപ്പെടും. BC 1500 മുതൽ 1000 BC വരെ. ഉത്തര വൈദിക കാലം അല്ലെങ്കിൽ BC 1000 മുതൽ 600 BC വരെയുള്ള കാലഘട്ടങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ആര്യന്മാരെക്കുറിച്ച് നോക്കാം. 1500 പറഞ്ഞ BC 1500 ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പർവ്വതനിരകൾ കടന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണ് ഇവർ. വൈദിക സംസ്കാരത്തിൻ്റെ സൃഷ്ടാക്കളാണ്. പല കാലങ്ങളിൽ പല സംഘങ്ങളായാണ് ആര്യന്മാർ ഇന്ത്യയിൽ എത്തിയിരുന്നത്. സപ്തനദികളുടെ നാട് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശത്താണ് ഇവർ ആദ്യം വാസം ഉറപ്പിച്ചത്. വേദസാഹിത്യത്തിൽ നിന്നാണ് ഈ സംസ്കാരത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു തുടങ്ങിയത്. ഇനി അവരുടെ എന്തൊക്കെ അടയാളങ്ങളാണ്, അതായത് ആര്യന്മാരുടെ ആര്യ സംസ്കാരത്തിൻ്റെ എന്തൊക്കെ അടയാളങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് നോക്കാം. കുതിരകളുടെ തെളിവുകളും ചക്രങ്ങളും തീ കൂമ്പാരങ്ങളും ശവസംസ്കാരം ചെയ്ത സ്ഥലങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ശീലിച്ചു പോന്നിരുന്ന ഒരു വിവാഹ മാരേജ് ലൈഫ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകഭാര്യാത്വം അതേപോലെ തന്നെ ബഹുഭാര്യാത്വം നിലനിന്നിട്ടുണ്ടായിരുന്നു അവരുടെ കാലഘട്ടങ്ങളിൽ. ഇനി നമ്മൾ നോക്കുന്നത് ആര്യന്മാർ കൊണ്ടുവന്നിരിക്കുന്ന 4 വേദങ്ങളെക്കുറിച്ചിട്ടാണ്. ഏതൊക്കെയാണ് 4 വേദങ്ങൾ? അത് വേദങ്ങളെക്കുറിച്ച് പറയുന്നത് വേദസംഹിതികളിലാണ്. 4 വേദങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? 1 ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. അപ്പോൾ ഋഗ്വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? 1028 സൂക്തങ്ങളുടെ ശേഖരണമാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. 10 പുസ്തകങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. ഋഗ്വേദത്തിൻ്റെ ഭാഷ സംസ്കൃത ഭാഷയേക്കാൾ പഴയ ഒരു ഭാഷയാണ്. സൂക്തത്തിലെ സ്തോത്രങ്ങളുടെ എണ്ണം 1 മുതൽ 58 വരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മൊത്തം 10462 സ്തോത്രങ്ങളാണ് ഉള്ളത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് സാമവേദം. ഋഗ്വേദത്തിൽ നിന്നും തിരഞ്ഞെടുത്ത സ്തോത്രങ്ങളാണ് സാമവേദത്തിലുള്ളത്. സാമവേദത്തിന് 2 ഭാഗങ്ങളുണ്ട്, അർച്ചികയും ഉത്താർച്ചികയും. 585 ഋതുക്കളാണ് അർച്ചികയിലുള്ളത്. 3 വരി വേദങ്ങളാണ് ഉത്തരാർച്ചികയിലുള്ളത്. മൊത്തം 1810 സ്തോത്രങ്ങൾ സാമവേദത്തിലുണ്ട്. അപ്പോൾ സാമവേദത്തെക്കുറിച്ച് പറഞ്ഞ് ഇനി അടുത്തത് യജുർവേദം. യജ്ഞങ്ങളുടെ ചടങ്ങുകളും മന്ത്രങ്ങളും അടങ്ങിയതാണ് യജുർവേദം. യജുർവേദത്തിന് 2 പാഠാന്തരങ്ങളാണുള്ളത്. അഥർവവേദം ശത്രുക്കളെയും ഭൂതപ്രേത പിശാചുക്കളെയും അകറ്റാനുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളുമാണ് ഇതിലുള്ളത്. രോഗനിവാരണത്തിനുള്ള മന്ത്രങ്ങളും ഇതിൽപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് വേദകാലഘട്ടത്തിൽ എങ്ങനെയാണ് ആശ്രമ സംവിധാനത്തെക്കുറിച്ചിട്ട് അവർ നിലനിന്ന് പോകുന്നത്, എങ്ങനെയാണ് ആശ്രമ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, ഗൃഹസ്ഥം, ആശ്രമം, സന്യാസം എന്നിങ്ങനെ പറഞ്ഞിട്ട് ആശ്രമ സംവിധാനമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആശ്രമ വ്യവസ്ഥയെക്കുറിച്ച് അനുസരിച്ച് മനുഷ്യൻ്റെ ശരാശരി ആയുസ് 100 വർഷമാണ്. അതിനെ 25 വർഷം വീതമുള്ള 4 ഭാഗങ്ങളാക്കി തരംതിരിക്കുകയാണ് ആര്യന്മാർ ചെയ്തിരിക്കുന്നത്. ഒന്നാമതാണ് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യാശ്രമം ഇന്ദ്രിയ സംയമനം എന്നും അറിയപ്പെടുന്നുണ്ട്. ബ്രഹ്മചര്യാശ്രമം ഇന്ദ്രിയ സംയമനം എന്നും അറിയപ്പെടുന്നുണ്ട്. ഉപനയനം എന്ന ചടങ്ങോടെയാണ് ബ്രഹ്മചര്യാശ്രമം തുടങ്ങുന്നത്. അതോടെ ബ്രഹ്മചാരി 2ാം ജന്മത്തിലേക്ക് പ്രവേശിക്കുന്നു. ഗുരുവിൻ്റെ ആശ്രമത്തിൽ താമസിച്ച് വിദ്യാർത്ഥി നാനാതരം വിദ്യകൾ അഭ്യസിക്കുന്നു. ഗൃഹസ്ഥാശ്രമം രണ്ടാമത്തതാണ് ഗൃഹസ്ഥാശ്രമം. വിവാഹം കഴിച്ച് കുടുംബജീവിതം ആരംഭിക്കുന്നതാണ് ഗൃഹാശ്രമത്തിലുള്ളത്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രമമാണ് ഇത്. മൂന്നാമത് വരുന്നതാണ് വാനപ്രസ്ഥം. ഭൗതിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന കാലഘട്ടമാണ് വാനപ്രസ്ഥം. മക്കൾ ഒരു നല്ല രീതിയിൽ എത്തുമ്പോൾ ഉത്തരവാദിത്വങ്ങൾ ഇവരെ ഏൽപ്പിക്കുകയും എല്ലാം വിട്ടൊഴിഞ്ഞ് വ്യക്തി വാനപ്രസ്ഥത്തിൽ എന്ന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇനി അടുത്തത് സന്യാസം. 4ാമത്തത് മോക്ഷം അഥവാ ആത്മസാക്ഷാത്കാരമാണ് സന്യാസിയുടെ ലക്ഷ്യം. അതിനാൽ തപസ് അനുഷ്ഠിക്കുന്നതാണ് സന്യാസത്തിലുള്ളത്. ഇത്രയുമാണ് 4 ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിച്ചിരുന്ന പ്രധാന അയോഗ്യതകൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. ഒരു ഉത്തരവൈദിക കാലഘട്ടത്തിൽ പറയുന്നത് ജാതി വ്യവസ്ഥ നിലനിന്നതോടുകൂടി പുതിയൊരു സാമൂഹിക ക്രമം തന്നെ അവിടെ രൂപപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ കുടുംബത്തിൽ പിതൃമേധാവിത്വമാണ് കൂടുതൽ ശക്തിപ്പെട്ടത്. സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ താഴ്ന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അവർ പുരുഷന് കീഴ്പ്പെട്ടു ജീവിക്കേണ്ടവരായി മാറി. കുടുംബത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിലും അവർക്ക് ഒരു പങ്കും ഉണ്ടായിരുന്നില്ല. പിന്തുടർച്ചാവകാശവും സ്വത്തുടമസ്ഥാവകാശവും നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്ക് സമിതികളിൽ പങ്കെടുക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെട്ടു. രാജാക്കന്മാർക്കിടയിലും ബഹുഭാര്യാത്വം വ്യാപകമായി. വൈവാഹിക നിയമങ്ങൾ കൂടുതൽ കർക്കശമായി. ശൈശവ വിവാഹവും സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ആര്യന്മാരുടെ കാലഘട്ടത്തിൽ, ഉത്തരവൈദിക കാലഘട്ടത്തിലാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് വർണ്ണ സിസ്റ്റത്തെക്കുറിച്ചാണ്. എന്താണ് വർണ്ണ സിസ്റ്റം എന്നും ആ കാലഘട്ടം എങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത് എന്നാണ് നോക്കുന്നത്. വേദാനന്തര കാലഘട്ടത്തിൽ രൂപം കൊണ്ട സവിശേഷമായ ഒരു അവസ്ഥയാണ് ചാതുർവർണ്ണ്യം. ഒരു സാമൂഹിക അവസ്ഥ തന്നെയാണ് ചാതുർവർണ്ണ്യം. ഇതനുസരിച്ച് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ സമുദായത്തെ 4ആയി തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇതനുസരിച്ച് വർണ്ണവ്യവസ്ഥയിലെ ഏറ്റവും ഉന്നത തലത്തിലിരിക്കുന്നവരാണ് ബ്രാഹ്മണർ. അവർ ദൈവതുല്യരായി കണക്കാക്കപ്പെട്ടിരുന്നു. പിന്നെ വരുന്നവരാണ് ക്ഷത്രിയർ. ഭരണാധികാരികളും യോദ്ധാക്കളുമായിരുന്നു. വൈശ്യർ കച്ചവടം, കൃഷി, കന്നുകാലി വളർത്തലും പ്രവൃത്തികൾ കൊണ്ട് അവർ നിശ്ചയിക്കപ്പെട്ടിരുന്നു. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മതപരവും ആചാരാനുഷ്ഠാനപരമായ പ്രവൃത്തികൾ ചെയ്തിരുന്നത് ബ്രാഹ്മണരായിരുന്നു. സാമൂഹ്യ ശ്രേണിയിലെ 2ാം സ്ഥാനം ക്ഷത്രിയർക്കാണ് ലഭിച്ചത്. രാജ്യത്തിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാനും നിയമവാഴ്ച ഉറപ്പാക്കുന്നതും അവരുടെ ചുമതലയായിരുന്നു. 3ാമത്തെ സ്ഥാനക്കാരാണ് വൈശ്യർ. മറ്റ് 2 വർണ്ണങ്ങളെ അപേക്ഷിച്ച് ഇവർ വേറെ
വ്യത്യസ്തമുള്ളവരാണ്. കൃഷി, കച്ചവടം, പണമിടപാട്, കന്നുകാലി വളർത്തൽ എന്നിവയാണ് ഇവരുടെ മെയിൻ ജോലികൾ. ഇവർക്ക് നിശ്ചയിച്ചിട്ടുള്ള പ്രവൃത്തികൾ ഇതെല്ലാമാണെങ്കിലും നാലാമത്തെ വർണ്ണം എന്നറിയപ്പെടുന്ന ശൂദ്രരാണ്. ഇവർ ഏകജരാണ്. അവർക്ക് ഉപനയനത്തിനോ വിദ്യാഭ്യാസത്തിനോ അവകാശമുണ്ടായിരുന്നില്ല. ശൂദ്രർക്ക് വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ഉപനയനത്തിനോ അവകാശമുണ്ടായിരുന്നില്ല. ഇതെല്ലാമാണ് നമ്മുടെ വേദകാലഘട്ടത്തിലെ വർണ്ണ സിസ്റ്റത്തെക്കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് പുരുഷാർത്ഥങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെ പുരുഷാർത്ഥങ്ങളുണ്ട്. അത് എങ്ങനെയാണ് നമ്മുടെ ഈ സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ സിറ്റുവേഷനുമായിട്ട് മുന്നോട്ട് പോയത് എന്നതിനെക്കുറിച്ചാണ്. ഇന്ത്യൻ സമൂഹത്തിലെ പുരുഷാർത്ഥങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് വേദകാലഘട്ടങ്ങളിൽ പറയുന്നത് 4 പുരുഷാർത്ഥങ്ങളാണുള്ളതെന്നാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മം, അർത്ഥം, കാമം എന്നീ 3 ലക്ഷ്യങ്ങളും മനുഷ്യന് നേടാൻ കഴിയുന്നവയാണ്. എന്നാൽ മോക്ഷം മനുഷ്യരിൽ അന്തർലീനമാണ്. അത് വിടർന്ന് വികസിക്കാൻ അവസരം നൽകാൻ കഴിയുള്ളൂ. അത് വിടർന്ന് വികസിക്കണമെങ്കിൽ അവസരം നൽകാനേ കഴിയുള്ളൂ. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ പ്രവൃത്തി എന്നാണ് അർത്ഥം. സത്യം ധർമ്മത്തിനും നീതിക്കും വേണ്ടി, ധർമ്മം സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ഒന്നാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധിയെ പ്രകടിപ്പിക്കുന്ന പുരുഷാർത്ഥമാണ് അർത്ഥം. നല്ല മാർഗ്ഗത്തിലൂടെ സമ്പത്ത് തേടുന്ന പുരുഷാർത്ഥമാണ് ഇത്. കാമം എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയിലും കാണുന്ന പ്രകൃതിദത്തമായ ഒരു പ്രവണതയാണ് കാമം. മനുഷ്യ ജീവിതത്തിന് നൈസർഗികമായ പ്രേരണയാണ് ഇത്. ഇനി അടുത്തത് വരുന്നതാണ് മോക്ഷം. മോക്ഷം നേടുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും പരമമായ ലക്ഷ്യമാണ്. എന്നാൽ മോക്ഷം എന്നാൽ ആത്മസാക്ഷാത്കാരമല്ല, അല്ലെങ്കിൽ അവനെ അറിയൽ മാത്രമാണത്. പിന്നീട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പൂർവ്വ വൈദിക കാലഘട്ടത്തെക്കുറിച്ചാണ്. പൂർവ്വ വൈദിക കാലഘട്ടം, അതായത് ഏർലി വേദിക് പീരീഡ് എന്ന് പറയും. ആ വേദിക് പീരീഡ് ഋഗ്വേദ കാലഘട്ടത്തെക്കുറിച്ചും ഇടയ ജീവിതവും അല്ലെങ്കിൽ അവരുടെ ഇക്കോണമിയും അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഋഗ്വേദ കാലഘട്ടത്തെക്കുറിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞു BC 1500 മുതൽ BC 1000 വരെ. ഋഗ്വേദ കാലഘട്ടത്തെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, മതപരമായ കാര്യങ്ങളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന ഋഗ്വേദത്തിൽ നിന്നാണ്. ഒരു ഗോത്രവർഗത്തിൻ്റെയും ഇടയ സമൂഹത്തിൻ്റെയും ചരിത്രമായിരിക്കുന്നു ഈ കാലം. സിന്ധു നദിയുടെ തീരത്താണ് ഈ കാലഘട്ടത്തിൽ ആര്യന്മാർ വാസമുറപ്പിച്ചത്. ഇതിൽ പറയുന്ന ഇടയ ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ പാസ്ട്രോലിസം, പിന്നെ എക്കണോമിക് വ്യവസ്ഥയെക്കുറിച്ചിട്ടുമാണ് ഈ അടുത്ത് പറയുന്നത്. ആദ്യകാല വേദ സമൂഹം ഒരു ഇടയ സമൂഹമായിരുന്നു. കന്നുകാലികളെ മേച്ചു വളർത്തലായിരുന്നു ഇവിടുത്തെ ജനങ്ങളുടെ മുഖ്യ തൊഴിൽ. ഇടയ സമൂഹം മുഖ്യമായും ആശ്രയിച്ചിരുന്നത് മൃഗസമ്പത്തിനെയാണ്, കാർഷിക ഉൽപ്പാദനത്തെയല്ല. പശു എന്ന പദത്തിൽ ആട്, ചെമ്മരിയാട്, കുതിര എന്നീ എല്ലാ മൃഗങ്ങളെ ഇവർ ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ കന്നുകാലികളായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഇവർ ഗോത്ര സമൂഹങ്ങളായിരുന്നു. രക്തബന്ധമുള്ള ഗ്രൂപ്പുകളാണ് ഗോത്രം എന്ന് വിളിച്ചിരുന്നത്. കന്നുകാലികളുടെ വർധനയ്ക്കായി സമൂഹത്തിൻ്റെ പ്രാർത്ഥന പുരോഹിതന്മാർക്ക് അവരുടെ സേവനത്തിൻ്റെ പ്രതിഫലമായി നൽകിയത് കന്നുകാലികളെയാണ്. സമൂഹത്തിലെ ഏറ്റവും പ്രധാന കൈമാറ്റ മാധ്യമം എന്ന് പറയുന്നത് പശുവായിരുന്നു. ഗോത്രങ്ങൾക്ക് തമ്മിലുള്ള സംഘർഷങ്ങൾ വരെ കന്നുകാലികൾക്ക് വേണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അവരുടെ കൃഷി രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഷിക പ്രവർത്തനങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങൾ ഋഗ്വേദത്തിലാണ് കൂടുതലും പറയുന്നത്. വിത, കൊയ്ത്ത്, മെതി തുടങ്ങിയവയല്ല. അതുകൊണ്ട് കൃഷിയെപ്പറ്റി അറിവുള്ളവരാണ് ഇവർ. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ഒരേ ഒരു ധാന്യം ബാർലി മാത്രമാണ്. ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു പരിമിത പ്രവർത്തനമായിരുന്നു ഇവരുടെ കൃഷിരീതികൾ. ഇനി ഇവർ ചെയ്തിരുന്ന മറ്റു ജോലികൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആശാരി, കൊല്ലൻ, തുകൽ പണിക്കാർ, പാത്രനിർമ്മാണം, നെയ്ത്തുകാരൻ, കല്ലുവെട്ടുന്നവർ, പുരോഹിതന്മാർ എന്നിവയൊക്കെയാണ് ഇവർ പിന്നീട് ചെയ്തു പോന്നിരുന്ന പണികൾ. ഇവരുടെ വ്യാപാരം എന്ന് പറയുന്നത് വളരെ വിപുലമായ രീതിയിലുള്ളതായിരുന്നില്ല. വ്യാപാര സംഘടനകളെക്കുറിച്ചും മറ്റു വിവരങ്ങളൊന്നും നമ്മൾക്ക് അറിവായിട്ടില്ല. പണം എന്ന വ്യവസ്ഥിതി ഉണ്ടായിരുന്നില്ല. ബാർട്ടർ സമ്പ്രദായമായിരുന്നു നിലനിന്നത്. ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് കൊടുത്ത്, അതായത് ഒരു സാധനം കൊടുത്തിട്ട് അതിന് പകരം മറ്റൊരു സാധനം വാങ്ങുന്നതിനെയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. അതായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ഇനി ഇവരുടെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ സമൂഹം എങ്ങനെയായിരുന്നു? ഗോത്രവർഗ്ഗ സമൂഹമായിരുന്നു. സാമൂഹിക ബന്ധങ്ങൾ രക്തബന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സമൂഹ വിഭജനം അന്നുണ്ട്. ഇതൊരു പാർട്ടായിട്ട് നിർത്തുകയാണ്. ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ.